Hi friends, എൻ്റെ പേര് Ashwin Jaison. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ A73 എന്ന് പറഞ്ഞ ഒരു ഓസം ഫോണിനെ കുറിച്ച് പറയാനും അതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് മൈ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ് ആൻഡ് കമൻറ്റ് ആൻഡ് സപ്പോർട്ട്. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന A73 5G എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ ബോക്സ് വളരെ സ്ലീക്കാണ്. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന അത്യാവശ്യം സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതാണെന്നാണ്. ഇതിൻ്റെ നമുക്കൊരു 128 GB 8 GB വേരിയൻ്റ് ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാനും ഡെമോ കാണിക്കാനെല്ലാം തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ അത് ഒരു MRP വന്നിരിക്കുന്ന 47,490 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 42,000-45,000 അകത്തെല്ലാം ഈ മോഡൽ അവൈലബിൾ ആണ് ഔട്ട് മാർക്കറ്റിൽ. ആൻഡ് ഇതിൻ്റെ അകത്ത് നെറ്റ് ക്വാണ്ടിറ്റി മൊബൈൽ വൺ ആണ്. നമുക്ക് അൺബോക്സ് ചെയ്യാൻ തന്നിരിക്കുന്ന കളറ് ഓസം മിൻറ്റ് എന്ന് പറഞ്ഞ കളറാണ്. സോ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസൈനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ഇതിന് നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഇതിങ്ങനെ ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒരു ചെറിയൊരു ഇതുണ്ട്, അതിനകത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബോക്സ് തുറക്കാം. ഈ ബോക്സ് തുറക്കുമ്പോൾ പണ്ടെല്ലാം ഫോൺ തുറക്കുമ്പോൾ ബോക്സെല്ലാം തുറക്കുമ്പോൾ ഭയങ്കര വലിയ ബോക്സും അതിനകത്ത് ഒരുപാട് പൗച്ചും സ്ക്രീൻ കാർഡെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന കാലം മാറി. ഇപ്പോൾ ഒരു ഫോൺ ബോക്സ് തന്നെ വളരെ ചെറുതായിട്ടാണ് വന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് ഫോണാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിൻ്റെ അകത്തൊരു ഒരു ഹാമ്പർ ചെറിയൊരു പെട്ടിയുണ്ട്. അത് ബോക്സിൻ്റെ അകത്തൊരു പെട്ടി, അത് എടുക്കാൻ ഇച്ചിരി പറയാം. ഇതിൻ്റെ അകത്ത് ഇജക്റ്റിംഗ് പിന്നാണ് ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കേബിൾസും ഒരു കേബിളുണ്ട്, C2C കേബിളാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ബുക്ക്ലെറ്റ്സും ഉണ്ട്. മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഡിവൈസിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതെല്ലാം ഇവിടെ വയ്ക്കാം. നമുക്കിതിൻ്റെ ഡിസൈൻ പാർട്ടിലോട്ട് കിടക്കാം. ഇത് നമുക്കൊരു നല്ല തിക്ക് ലെയർ ഒരു കവർ വെച്ച് ഇത് നല്ലൊരു കവർ ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ആക്ച്വലി കവർ ചെയ്തിട്ടുണ്ട്. നല്ല സേഫായിട്ട് പൊടിയൊന്നും വീഴാത്ത രീതിയിലാണ് ഈ കവർ വെച്ചിട്ടുള്ളത്. ആൻഡ് ഫോൺ ഇതാണ് മിൻറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ കളർ. സോ മിൻറ്റ് ഗ്രീൻ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പുതിയ കളറാണ് ഈ കളർ. ഈ കളേഴ്സിൽ ആക്ച്വലി സാംസങ് ആദ്യമായിട്ട് വൈബ്രൻ്റ് ആയിട്ട് കുറേ കളേഴ്സിൽ ഫോൺസ് കുറേ ഇറക്കുന്നുണ്ട്. സോ ദിസ് സീംസ് ടു ബി വെരി ഗുഡ്. ലാസ്റ്റ് ടൈം A72 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറ ഒരു എംബഡിങ്ങിലെല്ലാം കുറേ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ക്യാമറ എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രൊജക്റ്റഡ് വൺ ആയിരുന്നു. ഇത് കുറച്ച് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലാൻഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ ഉടക്കി പിടിക്കത്തില്ല. പിന്നെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ഇതിങ്ങനെ വെക്കുമ്പോൾ എല്ലാം കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഫോൺ ഇരിക്കാനുള്ള ഇതുണ്ട്. ബ്രോഡർ ആയിട്ടുള്ള ബെസൽസ് തന്നെയാണ്, നല്ല കട്ടിയുള്ള ബെസൽസാണ്. ആൻഡ് ലാസ്റ്റ് ടൈമിനുള്ളതിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ A72 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അത് കുറച്ച് വെയിറ്റ് മാനേജ് ചെയ്തിട്ടുണ്ട്. ഫോൺ വെയിറ്റ് 181 grams ആണെങ്കിൽ പോലും വളരെ മാനേജ്ഡ് ആണ് ഇതിൻ്റെ വെയിറ്റ്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ ഒരു വോളിയം അപ്പ് വോളിയം ഡൗൺ ബട്ടൺ ഉണ്ട്, ഒരു പവർ കീ ഉണ്ട്. സോ പവർ കീ നേരത്തെ ബിക്സ്ബി കീ ആയിരുന്നു, ബിക്സ്ബി ആരും ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ പവർ ബട്ടൺ തന്നെ യൂസ് ചെയ്യുന്നത്. താഴെ ഒരു C ടൈപ്പ് ജാക്കുണ്ട്. പിന്നെ ബോട്ടം 2 സ്പീക്കേഴ്സ് ഉണ്ട്, ഡുവൽ സ്പീക്കേഴ്സ് എല്ലാം ആണ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ മോർ ആയിട്ട് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. എന്നാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അത് പറയാനുണ്ട്. സോ ഈ A73 എന്ന് പറഞ്ഞ ഈ ഓസം ഫോണിൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയണം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു 6.7 ഇഞ്ച് AMOLED പ്ലസ് 800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു Gorilla 5 ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ആനിമേഷൻ വീഡിയോസും അല്ലെങ്കിൽ ഗെയിംസും എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഡിസ്പ്ലേയെക്കുറിച്ച് നമുക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ആബ്സല്യൂട്ട്ലി ഓസം ഡിസ്പ്ലേ. നമുക്ക് A73 കുറിച്ച് പറയാനുള്ള ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഓസം ക്യാമറയെക്കുറിച്ചാണ്. ഇതിൻ്റെ അത് ബാക്ക് ക്യാമറയിൽ, അതായത് റെയർ ക്യാമറയിൽ 4 ലെൻസാണ് വരുന്നത്. ഒരു 108-ൻ്റെ OIS സപ്പോർട്ടുള്ള ഒരു ലെൻസും, പിന്നെ ഒരു 12 MP അൾട്രാ വൈഡ് ലെൻസും, ഒരു 5 MP ഡെപ്ത് ലെൻസും, പിന്നെ ഒരു 5 MP മാക്രോ ലെൻസുമാണ് വരുന്നത്.
ഇതെല്ലാം കൂടി ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലായാലും ലോ ലൈറ്റ് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്കൊരു അട്രാക്ഷൻ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. അത് 32 മെഗാ പിക്സലിൻ്റെ 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന OIS സ്റ്റെബിലിറ്റി ഉള്ള ഒരു ക്യാമറ ലെൻസാണ് വരുന്നത്. സോ എല്ലാ പ്രീമിയം ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സാണ് ഈ A73യിൽ നമുക്ക് തന്നിരിക്കുന്നത് സാംസങ്. ഈ വട്ടം സാംസങ്ങിൻ്റെ A73 എന്ന മോഡലിൽ ഒരു 2-3 ഗിമിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് അറിയാതെ വരുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. മാത്രമല്ല നമുക്ക് ഫോട്ടോ മാസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ ഇല്ലാത്ത ഇമേജ് അതിൻ്റെ അത് ആഡ്, ഇതെല്ലാം ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള 45 ഡിഗ്രിയിൽ ഫോൺ ഒന്ന് ടേൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇങ്ങനെയെല്ലാം ഒരുപാട് ഗിമിക്കലായിട്ടുള്ള ഫീച്ചേഴ്സും ഈ വട്ടം ഈ A73 എന്ന് പറഞ്ഞ മോഡലിൽ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സെൻസർ റിച്ച് ആയിട്ടുള്ള ഫോണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സാംസങ്ങിൻ്റെ ഈ പുതിയ മോഡലിന് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അതായത് പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലോമീറ്റർ സെൻസർ, ജിയോ മാഗ്നറ്റിക് സെൻസർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അങ്ങനെ എല്ലാ ടൈപ്പ് സെൻസറുള്ള ഈ സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് മോഡലിന് 2 വേരിയൻസിലാണ് അവൈലബിൾ. ഒരു 8GB 128 വേരിയൻറ്റും ഒരു 8GB 256 വേരിയൻറ്റും. ഇതിന് മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7 സീരീസിലെ 77G8G എന്ന പ്രോസറാണ് യൂസ് ചെയ്യുന്നത് സാംസങ് ലേറ്റസ്റ്റ് ഈ A73 മോഡലിന്. ഇതിന് ബാറ്ററി 5000 mAh 2 days ആണ് കമ്പനി ഉറപ്പ് പറയുന്നത്. എപ്പം പോലെ തന്നെ സാംസങ്ങിൻ്റെ നോക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. നോക്സ് കൊണ്ട് ഫോണിനെ ടോട്ടലി സെക്യൂർ ചെയ്തിരിക്കുകയാണ് സാംസങ്. മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന ചാർജർ 25 watts ആണ്. അതാണ് സൂപ്പർ ഫാസ്റ്റ് 25 watts സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ അതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് പോലെ തോന്നിയിട്ടുള്ളത്. കാര്യം മറ്റു പല കമ്പനികളും 45 65 കൊടുക്കുമ്പോൾ 25 watts മാത്രമേ സാംസങ് സപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ. സോ ഇതിലൊരു ചേഞ്ച് വരുമെന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അശ്വിൻ ജെയ്സൺ. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക്, കമൻറ്റ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ നോട്ടിഫിക്കേഷൻ ആൻഡ് മൈ വീഡിയോസ്. താങ്ക് യു. Peace out.